കേരളത്തിലും അതുപോലെ തന്നെ നാഷണൽ ലെവലിലൊക്കെ അറിയപ്പെടുന്ന വലിയൊരു എഴുത്തുകാരനാണ് എൻ.എസ്. മാധവൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഹിഗ്ഗിറ്റയുടെ ഒരു പേര് ഒരു സിനിമയ്ക്കിടുന്നതുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള ചില നിലപാടുകളിൽ ഞാൻ അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. അന്ന് എൻ്റെ വീഡിയോയിൻ്റെ താഴെ വന്ന് സി രാധാകൃഷ്ണനെ അഭിനന്ദിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഈ എൻ.എസ്. മാധവൻ എന്ന് പറയുന്ന അദ്ദേഹം IAS ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്. മനോരമയിലൊക്കെ അദ്ദേഹം എഴുതുന്ന കോളം ഞാൻ കൃത്യമായി ശ്രദ്ധിക്കാറുള്ളതാണ്. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇന്ന് ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ വാർത്തയായിരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് LDF തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പിണറായി 3.0 സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. എനിക്ക് ഇത് മുഴുവൻ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഞാൻ പറഞ്ഞതും ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു സപ്പോർട്ട് അഭ്യർത്ഥിക്കാനുണ്ട്. അത് നമ്മളുടെ ചാനലിൽ നമ്മളൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെവൽ 1ന് 179 രൂപ മാത്രമാണുള്ളത്. രണ്ടാമത്തേതിന് ലെവൽ 2ന് 359. അപ്പോൾ അത്തരത്തിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ അമർത്തിക്കൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മുടെ കുറച്ചുകൂടി ചാനൽ ഡെവലപ്പ് ചെയ്യണമെന്നും കുറച്ചുകൂടി വലുതാക്കണമെന്നും ഒക്കെ നമുക്ക് താല്പര്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞേക്കുന്നത് പോലെ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു അജണ്ടകളോടുകൂടി വർക്ക് ചെയ്യും. ജനങ്ങളുടെ മനസ്സിനെ പിടിച്ച് തിരിച്ച് അവരുടെ ചിന്തകൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പെൻസിൽ വര വിള്ളലാകുന്നതും പ്രതീഷ് വിശ്വനാഥനെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത M. സ്വരാജ് അദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു. നമുക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വാർത്ത കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പം വീണ ജോർജ് കള്ളം പറഞ്ഞെങ്കിൽ കള്ളം പറഞ്ഞു എന്നറിയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ കൂടി വേണം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആ സപ്പോർട്ട് ചെയ്യാൻ കഴിയാവുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്താൽ മതി സാമ്പത്തികമായി. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതിൻ്റെ താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു GPay നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അക്കൗണ്ട് നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റത് മന്ത്ലി ഉള്ളൊരു സ്കീം ആയതുകൊണ്ട് അതെടുക്കാൻ കഴിയാത്തവർക്ക് ഇത്തരത്തിലുള്ള സഹായവും ചെയ്യാവുന്നതാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കട്ടെ. കഴിയാവുന്നവർ മാത്രം ചെയ്താൽ മതി. അത് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടുള്ള പ്രയോജനം ചില വീഡിയോകൾ നേരത്തെ കാണാം എന്ന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പക്ഷേ സത്യം പറയുന്ന നിഷ്പക്ഷമായ കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന ഒരു ചാനൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ ചെയ്യാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞു നോക്കുന്നു. നമുക്ക് ഈ വീഡിയോയിലെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് N.S. മാധവൻ്റെ ഒരു പ്രവചനത്തെക്കുറിച്ചാണ്. N.S. മാധവൻ പറഞ്ഞേക്കുന്നത് കേരളത്തിൽ പിണറായി 3.0 സംഭവിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിണറായിയുടെ തുടർഭരണം ഉണ്ടാകുമെന്നാണ്. 75 സീറ്റുകൾ നേടിക്കൊണ്ട് LDF വീണ്ടും അധികാരത്തിലേക്ക് എത്തും. 65 സീറ്റുകൾ മാത്രമേ UDFന് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. 2021 അദ്ദേഹം ഇതുപോലെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 2021 അദ്ദേഹം പറഞ്ഞത് 80 സീറ്റുകളിലധികം നേടി വിജയിക്കുമെന്നാണ്. നിങ്ങൾ അറിയേണ്ടത്, ഞാനന്ന് അതിനേക്കാൾ കൃത്യമായി പറഞ്ഞൊരാളാണ്. കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഞാൻ യാത്ര ചെയ്ത് 90 സീറ്റുകളിലധികം നേടി വിജയിക്കുമെന്ന് പറഞ്ഞതാണ്. ഈ ചാനലിൽ കിടക്കുന്ന ആദ്യത്തെ വീഡിയോ അതാണ്. അത്തരത്തിലുള്ള റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. അതിനുശേഷം 2 മാസമേ ചാനലിൽ നമ്മൾ നടത്തിയുള്ളൂ. കാരണം ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയാണ്. പിന്നെ 1000 വരുന്ന സബ്സ്ക്രിപ്ഷനും 4000 വാച്ച് അവറും മോണിറ്റൈസേഷനൊക്കെ ആയപ്പോൾ നമ്മൾ പക്ഷേ തിരക്കുകൾ മൂലം ഇത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ ഇതിന് ശേഷമാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഇപ്പം 40,000-ലേക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്താൻ പോകുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് N.S. മാധവനേക്കാൾ കൃത്യമായി ഞാൻ പ്രൊവൈഡ് ചെയ്തു. ഇപ്പം ഞാൻ ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞ അതേ നമ്പറാണ് N.S. മാധവൻ സാറൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പില്ല. അദ്ദേഹം ഹിഗ്ഗിറ്റ എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിൻ്റെ നോവലിലിട്ടുള്ള ഒരു പേര് അദ്ദേഹം മറ്റൊരു സിനിമക്കിടുന്നതിനെതിരെ അദ്ദേഹം കലാപം ഉയർത്തിയതിനെയൊക്കെ ഞാൻ എതിർത്ത് പറഞ്ഞിരുന്നു, വീഡിയോകൾ ചെയ്തിരുന്നു. ABC മലയാളത്തിൽ അത് കിടക്കുന്നുണ്ടാവുമ്പോഴും അന്ന് സി രാധാകൃഷ്ണൻ സാറൊക്കെ അതിൻ്റെ താഴെ വന്ന് എനിക്ക് അനുകൂലമായിട്ട് കമൻറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹം വലിയ ഇൻ്റലക്ച്വലാണ്. അദ്ദേഹം മനോരമയിലൊക്കെ എഴുതുന്ന കോളമൊക്കെ നമ്മളിപ്പോഴും കാണാറുണ്ട്. കാരണം കുറേ കൂടി ആഴത്തിൽ കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ 2021 കൃത്യമായി പ്രവചിച്ചതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇത്തവണയും പ്രവചിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള അതേ കണക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 75, 65 എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം. ആ 3 വീഡിയോകളും എൻ്റെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. ഞാനതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടതില്ല. ഇതിൽ അദ്ദേഹം ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ആ ജില്ലകളിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളും നേരത്തെ പറഞ്ഞതാണ്, മലപ്പുറവും എറണാകുളവും UDF കോട്ടകളായി തീരും എന്നുള്ളത് പറഞ്ഞതാണ്. അതിൽ കാസർഗോഡ് 2 സീറ്റുകൾ UDFന്, 3 സീറ്റുകൾ LDFന് കിട്ടുമെന്നാണ്. കണ്ണൂരിലും അതുപോലെ തന്നെ 3 സീറ്റുകൾ UDFന്, 8 സീറ്റുകൾ LDFന് കിട്ടുമെന്നാണ്.
വയനാടിൽ 3-0 പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് ജില്ലാ വൈസുള്ള ഓരോ മണ്ഡലം വൈസ്, അതായത് ഏതിലൊക്കെ ജയിക്കും എന്നുള്ളത് കൂടി ഞാൻ എൻ്റെ വീഡിയോകളിൽ 3 പാർട്ടായിട്ടുള്ള വീഡിയോകളിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ ടോട്ടലിയുള്ള കണക്കാണ് പറഞ്ഞേക്കണമെന്ന് മാത്രം. 3-0 നമ്മൾ പ്രതീക്ഷിച്ച തന്നെയാണ്. കോഴിക്കോട് 7-6, അതായത് UDFന് 7 അതുപോലെ LDFന് 6. മലപ്പുറത്ത് 15-1. ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പൊന്നാനി മാത്രമേ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ളൂ. ഇദ്ദേഹം ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പൊന്നാനി മാത്രമേ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ളൂ. ഇനി കഷ്ടിച്ച് വേണമെങ്കിൽ KT ജലീൽ കൂടി ജയിച്ചേക്കാം എന്നുള്ളതാണ്. അത് അവിടെ VS ജോയൊക്കെ മത്സരിക്കുന്നതുകൊണ്ടുകൂടിയാണ്. പിന്നെ പാലക്കാടാണ്. പാലക്കാട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് പറഞ്ഞേക്കണത് 3-9 എന്ന് പറഞ്ഞാൽ UDFന് 3 അതുപോലെ LDFന് 9 പറഞ്ഞേക്കണത്. തൃശ്ശൂരിൽ നിന്ന് 2 UDFന് പറഞ്ഞേക്കണത്, 11 LDFന് പറഞ്ഞേക്കണത്. വലിയ നേട്ടം LDF ഉണ്ടാക്കും എന്നാണ് പറഞ്ഞേക്കണത്. എറണാകുളത്ത് നമ്മൾ പറഞ്ഞിരുന്ന പോലെ പ്രതീക്ഷിച്ച പോലെ തന്നെ 11-3. ഏതാണ്ട് ഈ കണക്കുകൾ തന്നെയാണ് കേട്ടോ. CPMൻ്റെ കണക്കുകളായിട്ടും അവരുടെ അനാലിസ്റ്റുമായിട്ടും അവരുടെ കയ്യിലുള്ളത് ഈ കണക്കുകൾ തന്നെയാണ്. എറണാകുളത്ത് 11-3. 11 UDFനാണ്, 3 LDFന് കിട്ടുമെന്നാണ്. അതിലൊന്ന് കൊച്ചിയാണ്, അതുപോലെ തൃക്കാക്കരയാണ്, അതുപോലെ 1 വൈപ്പിൻ കിട്ടുമെന്നാണ് CPM വിചാരിക്കുന്നത്. പക്ഷേ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ കോതമംഗലം കൂടി കിട്ടിയേക്കാം എന്ന് പറയുന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട് അവിടെ. അപ്പോൾ അതാണ് ഈ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇടുക്കിയിൽ 3-2, ആകെ 5 ഉള്ളതിൽ 3 UDFനും LDFന് 2 പ്രതീക്ഷിക്കുന്നത്. കോട്ടയത്തും അവർ LDF നേട്ടം നിലനിർത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് 9 4 UDFും അതുപോലെ LDFന് 5 ആലപ്പുഴയിൽ UDFന് 5 കിട്ടുമെന്നാണ്, അതുപോലെ 4 ഞാനതിൽ ഒരു ചെറിയ വ്യത്യാസം എൻ്റെ ഒരു കണക്കൂട്ടിലുള്ളത് 6 ഞാൻ പറഞ്ഞിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്തരത്തിൽ ഒരു ചില വ്യത്യാസങ്ങൾ ഇതിനകത്ത് ചെറുതായിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല എന്നുള്ളത് കൂടിയാണ് നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം. ആലപ്പുഴയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 3 സീറ്റുകൾ LDFന് അതുപോലെ 6 സീറ്റുകൾ UDFന് എന്നുള്ളതാണ്. അതിൽ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. 5-4 5-4 ആലപ്പുഴയിൽ NS മാധവൻ പറഞ്ഞിട്ടുള്ളത്. പത്തനംതിട്ടയിൽ 1-4 പറഞ്ഞിട്ടുള്ളത്. UDFന് 1 സീറ്റും അതുപോലെ LDFന് 4 സീറ്റുകളുമാണ് പറഞ്ഞിട്ടുള്ളത്. കൊല്ലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 4 സീറ്റുകൾ UDFനും LDFന് 7 സീറ്റുകളുമാണ് പറഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 2 സീറ്റുകൾ UDFന് കിട്ടുമെന്നും അതുപോലെ 12 സീറ്റുകൾ LDFന് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 2 സീറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് കോവളവും അതുപോലെ തിരുവനന്തപുരവും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് രണ്ടും തന്നെ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ മനോരമ അടക്കം മീഡിയ വൺ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലും തന്നെ ഇത് വലിയ വാർത്തയായിരുന്നു. എന്ന് പറഞ്ഞാൽ NS മാധവനെ പോലെ വളരെ കൃത്യമായി വളരെ ആഴത്തിൽ കാര്യങ്ങൾ പഠിക്കുന്ന ഒരാൾ കൂടി 75 സീറ്റുകൾ നേടിക്കൊണ്ട് LDF അധികാരത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. 4-ാം തീയതി ആകണം ഇതൊക്കെ സംഭവിക്കാൻ എന്നുള്ളത് നമുക്കറിയാം. 4-ാം തീയതി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നെക്ക് ടു നെക്ക് ഫൈറ്റാണെന്നും അതിൽ വലിയ സാധ്യതകളുണ്ടെന്നും ഇനി BJP ഏതെങ്കിലും 1-2 സീറ്റുകൾ പിടിച്ചാൽ LDFൻ്റേത് 73 കുറയാമെന്നും ഞാൻ നിങ്ങളോട് കൃത്യമായി പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് 73 മുതൽ 78 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് LDF ജയിക്കാമെന്നാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞതിനേക്കാൾ കുറേ കൂടി കൃത്യമായിരുന്നു എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി അഭിമാനത്തോടെ പറയട്ടെ. ഇപ്പോൾ NS മാധവൻ സാറ് പറഞ്ഞേക്കണതും 75 സീറ്റുകൾ നേടിക്കൊണ്ട് പിണറായി 3.0 അല്ലെങ്കിൽ ഒരു തുടർ ഭരണം വരും എന്നുള്ളത് തന്നെയാണ് അസന്നിഗ്ധമായി പറഞ്ഞേക്കുന്നത്. വളരെ കൃത്യമായി ഓരോ ജില്ലകളിലെയും കണക്കുകൾ പറഞ്ഞിരിക്കുന്നു. ഇതിൽ വലിയ പ്രതീക്ഷയുള്ളത് കോൺഗ്രസിനാണ്, UDFനൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്ക് കണക്കുകളൊന്നുമില്ല, ഒരു കൊട്ടക്കണക്കും അതുപോലെ പ്രതീക്ഷയുമാണുള്ളത്. 80-85 സീറ്റുകൾ കഴിയണമെന്ന് കനകോലു പറയുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്നവരും കനകോലുവിൻ്റെ കണക്കുകളിൽ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പറയുന്നത് 85, മറ്റു ചില ആളുകൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പറയുന്ന ഒരു 75 സീറ്റെങ്കിലും കിട്ടണമേ എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് മെയ് 4 വരെ കാത്തിരുന്ന് കാണാം. NS മാധവൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിനോട് തന്നെ യോജിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.